ഭയങ്കര ക്ഷീണം. ഇന്നലെ വർക്ക് കഴിയുമ്പോൾ മണി 11 പിന്നെ ഇന്ന് ദേഹമൊക്കെ കഴി ചെന്ന് കിടന്നപ്പോൾ മണി 12. നിന്റെ അമ്മേരെ പോകാൻ കണ്ടപ്പോൾ ഉറക്കാൻ വന്നില്ല. പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞ് പിന്നെ അടക്കളയിൽ പോയി വെള്ളം കുടിച്ച് പിന്നെയും കിടന്നു. ഈടായിട്ട് ഉറക്കം ഒട്ടുമില്ല മകളെ. അത് ഈ വയസ്സായതിൻ്റെ ആണ്. വയസ്സായി കഴിഞ്ഞാൽ ഉറക്കം ഭയങ്കര കുറവായിരിക്കും എന്നാ. പിന്നെ ഉറക്കമില്ലായിരിക്കും. വയസ്സ് 80 എനിക്ക്. വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഒരു 10-30 വർഷം കൂടി കഴിയുമ്പോൾ 80 വയസ്സാവുമല്ലോ. 10-30 വർഷമോ? അയ്യോ എനിക്ക് വേണ്ട. എനിക്ക് ഇനി 10 വർഷം കൂടെ ജീവിച്ചാൽ മതി. പിന്നെ അന്ന് പോജ 10 വർഷം. അതിന് ഇനിയും കുറേ വർഷം ജീവിക്കണം. ഇനി 10 വർഷം കൂടി കഴിഞ്ഞാൽ എനിക്ക് 18 വയസ്സേ ആവുള്ളൂ. എന്റെ കല്യാണം പോലും കഴിയില്ല അച്ഛാ. കല്യാണം പോച്ച അവിടുന്ന് എന്തോന്ന് പോയി. അവള് പറഞ്ഞ കാര്യമുണ്ട്. 10 വർഷം കഴിയുമ്പോൾ അവൾക്ക് 18 വയസ്സ്. എനിക്കപ്പോ 60 വയസ്സാവും. എന്തോന്നില്ല ഇത്. എന്തോന്നില്ല എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാണ്? മണ്ടത്രമാണ് കാണിച്ചത്. എവള് വേണ്ടായിരുന്നു. ആ ക്യാഷ് കൂടെ അങ്ങ് മതിയായിരുന്നു, നിർത്തിക്കളായിരുന്നു. അതങ്ങനെ മനുഷ്യൻ പറഞ്ഞ ഞാൻ കൂടി പോകും. അങ്ങനെ പറഞ്ഞേ. ഞാനും കേശു തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. എങ്കിൽ പിന്നെ ലച്ചു ചേച്ചിയോട് കൂടെ നിർത്താൻ പാടില്ലായിരുന്നോ? അത് ശരിയാണ്. ലച്ചുവും വേണ്ടായിരുന്നു. ആ മൂത്ത മുടിയ അവനും വേണ്ടായിരുന്നു. കല്യാണമേ വേണ്ടായിരുന്നു. ആ രാഘവമ്മ അന്നേ പറഞ്ഞു വേണ്ട. ആര് കേക്കായി? നീയിപ്പോ ചത്ത കൊച്ചിന്റെ ജാതകം നോക്കിയിട്ട് കാര്യം തോന്നുന്നു. ഈ ജാതകമൊക്കെ നോക്കേണ്ട സമയത്ത് മര്യാദയ്ക്ക് നോക്കണമായിരുന്നു. എങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. എന്റെ അമ്മ എത്ര പ്രാവശ്യം പറഞ്ഞെന്നറിയാമോ ഇത് വേണ്ടാന്ന്. അപ്പൊ കേട്ടില്ല. ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ? ചത്ത കുഞ്ഞിനെ ജാതകം വായിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതമ്മച്ചനും തേച്ചതാ. നീ പോയിരുന്ന പടി പോടി. കല്യാണക്കാരെ ആലോചിച്ച് നിൽക്കല്ലേ. സമയമാകുമ്പോ നടത്തി തരാം കേട്ടാ. Sakal's mother Sheila looked after the domestic chores, children and helped her husband Buddha in the field. അല്ല നിങ്ങൾ പഠിക്കണ കണ്ടിട്ടേ കുറെ നാളായി. പടി. അച്ഛാ പണ്ടേ അച്ഛനും സുരേന്ദ്രനും ചിറ്റപ്പനും രാജേന്ദ്രൻ വലിച്ചനൊക്കെ ഒരുമിച്ചിരുന്ന പഠിക്കാ. പിന്നെ നമ്മൾ വളഞ്ഞിരുന്ന് പഠിക്കും. നടുക്കിങ്ങനെ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് ചെയ്യും. പിന്നെ സുരേന്ദ്രൻ ഭയങ്കര വികൃതിയാണ്. അവൻ നേരെ പഠിക്കുകയൊന്നുമില്ല. അവൻ കുത്തിക്കൊണ്ടിരിക്കും, തോണ്ടിക്കൊണ്ടിരിക്കും. പിന്നെ വയലിൻ്റെ കരയിലാണ് വീട്. ഈ പ്രാണികളുണ്ടല്ലേ ചെറിയ പറ്റേ അതിനെ പിടിച്ച് അവന് ഈ സൗണ്ട് കേൾക്കണ ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വിളക്ക് കുതി കണച്ചിലായി. അയ്യോ മഹാവികൃതിയായിരുന്നു. പക്ഷെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ഇതൊക്കെ അച്ഛനൊപ്പിച്ച വികൃതിയാണെന്ന്. നീ നമ്മളെവിടെ ഉണ്ടായിരുന്നാ? ഇപ്പോഴേ ഈ വയസ്സിൽ ഇങ്ങനെ, പണ്ട് എങ്ങനെയായിരുന്നു എന്തോ. ചിലപ്പോ അങ്ങനെ ആയിരിക്കും ചേട്ടാ. അല്ല അച്ഛനെ ചിറ്റപ്പന്റെ സൈക്കിൾ എടുത്ത് ചാണകക്കുഴി മുക്കിയതല്ലേ? അയ്യോ മറന്നില്ല. ഇനി വരും പറഞ്ഞു കൊടുക്കല്ലേ കേട്ടാ. അച്ഛാ അന്നൊക്കെ വീട്ടില് ചിമ്മിനി വിളക്കാണ് യൂസ് ചെയ്തോണ്ടിരുന്നത്. പിന്നെ അന്ന് കറണ്ടൊന്നുമില്ല. 9:30 മണി കഴിയുമ്പോഴേ ചിമ്മിനി വിളക്ക് ഊതി അണച്ചലാണ്. മണ്ണെണ്ണയ്ക്ക് ഭയങ്കര ക്ഷാമമായിരുന്നു. അപ്പൊ കറണ്ടൊക്കെ എപ്പോഴും വന്നത്? കറണ്ട് വന്നത് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും. എന്തൊരു ഉത്സവമായിരുന്നു അറിയാമെന്ന് കറണ്ട് വന്നപ്പോഴും. നമ്മളെ വീട്ടിലാണ് ആദ്യം കറണ്ട് വന്നത്. പിന്നെ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടാണ് അപ്പുറത്തെ കുട്ടൻ വൈദ്യരെ വീട്ടിൽ കറണ്ട് വന്നത്. പണ്ട് ഇതുപോലെ നമ്മളൊരു മാമ ഉണ്ടായിരുന്നു ഗൾഫിൽ നിന്ന് വന്ന്. പാനസോണിക്കിൻ്റെ വലിയൊരു ടേപ്പ് റെക്കോർഡ് കൊണ്ടുവന്നു, സ്റ്റീരിയോ. മാമൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ 24 മണിക്കൂറും പാട്ടോട് പാട്ട്. ഈ സുരേന്ദ്രൻ എവിടെ കിടന്നൊരു അഴുക്കാ ടാപ്പ് എടുത്തോണ്ട് വന്നു, കാസറ്റ് എടുത്തോണ്ട് വന്ന് ഇട്ടു കുരുങ്ങിപ്പോയി. അച്ഛൻ വെറുതെ വിടും. അച്ഛൻ പൊളിച്ചു പാടി കിടന്ന് ഫിറ്റ് ചെയ്യാറുണ്ട്. അറിഞ്ഞൂടായിരുന്നു. പിന്നെ ഫിറ്റ് ചെയ്ത് 2-3 സ്ക്രൂ മിച്ചം വന്ന് പിടിക്കുന്നപ്പോൾ വായിൽ സ്ക്രൂ ഇട്ടോണ്ട് ഒരൊറ്റ ഓട്ടം. പോണ വഴി 2 സ്ക്രൂ വിഴുങ്ങുകയും ചെയ്ത്. നിങ്ങൾ ആരുടെ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് രാജേന്ദ്രൻ സുരേന്ദ്രൻ പറഞ്ഞു. പിന്നെ അവൻ പറഞ്ഞ സ്ക്രൂ വിഴുങ്ങിയെന്നാണ് വിളിക്കുന്നത്. ഒരു കാര്യം എന്നെ ഇനി അതുപോലെ വല്ല വിളിക്കാന്നുണ്ടെങ്കിൽ മണ്ട അടിച്ച് ഞാൻ പൊളന്നല്ല. ഇത് പണി ഫാനുണ്ട്, ലൈറ്റ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു അച്ഛനെ പഠിക്കൂല. പണ്ട് മണ്ണെണ്ണ വിളക്കിന്റെ കൂട്ടിയിട്ടാണ് ഞാൻ പഠിച്ചത്. പണ്ട് എന്ത് രസമായിരുന്നു അറിയാം. പഴയ കാലല്ലെങ്കിൽ ഇതാണ് പറഞ്ഞ വേല ഇരുന്ന കട്ട ചായ വേണോ? ഇപ്പൊ വേണ്ട. അല്ല നമുക്കേ നമ്മുടെ സഹോദരങ്ങളടുത്ത് ഇപ്പൊ ഏറെക്കുറെ സ്നേഹമൊക്കെ ഉണ്ട്. എന്റെ സഹോദരങ്ങൾക്ക് എനിക്ക് ഏറെക്കുറൊന്നുമില്ല, നന്നായി സ്നേഹമുണ്ട്. എന്റെ അപ്പോ ഞാൻ പറഞ്ഞ അങ്ങനെ ആയിപ്പോയി. നമ്മളിപ്പോ അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും.
അവരെ കാര്യങ്ങൾ അന്വേഷിക്കും, നമ്മളെ സുഖദുഃഖങ്ങൾ അങ്ങോട്ട് പങ്കുവയ്ക്കും. പണ്ടത്തെ പോലെ അല്ലെങ്കിൽ ഒരു 30% വരുന്ന അവരുമായിട്ട് നല്ല ബന്ധം നമുക്കുണ്ട്. നമ്മുടെ പിള്ളേര് ഭാവിയിൽ ഇതുപോലെ സ്നേഹത്തോടെ പെരുമാറും. സ്നേഹവും വഴക്കൊക്കെ ഉണ്ടാവും, എന്നാലും ഏറെക്കുറെയൊക്കെ അവർ ഒരുമിച്ച് നന്നായിട്ട് പോകുന്ന എൻ്റെ വിശ്വാസം. നമ്മുടെ ഈ ക്യാഷുവും ശിവയും കൂടെ നല്ല സഹോദര നല്ല സ്നേഹമായിട്ട് ജീവിക്കുള്ളൂ പിന്നീട് അങ്ങോട്ട്, അല്ലേ? പറയാൻ പറ്റില്ല ബാലു, ഇതുങ്ങളൊക്കെ വലുതായി കഴിയുമ്പോൾ ചിലപ്പോൾ ഇവർ തമ്മിലായിരിക്കും ഏറ്റവും വലിയ അടിവഴക്കും. കരുതാൻ പറയാനേ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ. ലച്ചു ഇല്ലേ, ലച്ചു അവളെ കാര്യം നോക്കി ഒറ്റയ്ക്ക് ജീവിക്കും, പക്ഷെ അവളെ ആരും അടുപ്പിക്കുകയില്ല, അത് ഉറപ്പാണ്. അതെന്താ അങ്ങനെ? നിന്റെ തള്ളേരെ സ്വഭാവമല്ലേ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, പിന്നെ എല്ലാം അറിയാന്നുള്ള ഭാവം, പിന്നെ ആരടുപ്പിക്കും? അമ്മ അങ്ങനെ ആരും വെറുതെ കുറ്റം പറയാറില്ല. വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കേ ഉള്ളൂ. പിന്നെ മുടിയേ അവൻ ഗൾഫിൽ നല്ല ഓഫർ വരും, അവൻ പോവുകയും ചെയ്യും, പിന്നെ അവൻ തിരിഞ്ഞു നോക്കൂല. നിന്റെ സ്വഭാവമാണല്ലോ അവന്. അതൊന്നും പറയാൻ പറ്റില്ല ബാലു, അവനായിരിക്കും ചിലപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിർത്തുന്നത്. അവൻ അതിനുള്ള ബുദ്ധിയൊന്നും ഇല്ലെന്നേ മണ്ടായി. അത് ക്യാഷൂര്. അവൻ എൻ്റെ ബുദ്ധിയും മനസ്സും മനസ്സാക്ഷിയൊക്കെ അതെല്ലാം ക്യാഷൂരിനാണ് കിട്ടിയിട്ടുള്ളൂ. അതെല്ലാം ഉണ്ട്, പക്ഷെ നിങ്ങളെപ്പോലെ ആയി പോകുന്ന എൻ്റെ പേടി അവൻ. എടി അവന് ഞാൻ നല്ലൊരു എഞ്ചിനീയർ ആക്കോടി. എടി എൻ്റെ ചെറുക്കന് ഏത് വഴി തിരിച്ചു കൊണ്ടുവന്ന് ഇപ്പോഴെനിക്ക് നല്ല ബോധ്യമുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, എൻ്റെ മക്കളെ എന്താക്കണമെന്ന് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. എടി ഞാൻ അവരെ തന്തേന്, ഞാൻ അവരെ തള്ളയല്ലേ. തള്ള മാത്രം ഉണ്ടാക്കി തള്ള മാത്രം എന്ത് അച്ഛൻ ഇവിടെ കിടക്കണോ? എന്താ ജോലിയൊന്നും ചെയ്യണില്ല? ഓ മനസ്സിലൊരു സുഖമല്ലോ മക്കളെ. അച്ഛൻ നെയ്യാറ്റിൻകരയിൽ പോയി കറങ്ങിയടിച്ച് വന്ന ശേഷമാണ് ടീ മനം മാറ്റം. അതെ, നിനക്ക് അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് ഇഷ്ടം കൂടുതൽ? എനിക്ക് രണ്ടുപേരുടെ അടുത്ത് ഇഷ്ടം തന്നെ. ക്യാഷിൻ്റെ അടുത്ത് കുറച്ച് ഇഷ്ടം കൂടുതലല്ലേ? എന്റെ അച്ഛ അങ്ങനെയൊക്കെ ചോദിച്ച് ആലോചിച്ച് വരുമ്പോ എനിക്ക് ചേച്ചിയുടെ അടുത്ത് ഇഷ്ടമുണ്ട്, ചേട്ടൻ്റെ അടുത്ത് ഇഷ്ടമുണ്ട്, എല്ലാവരുടെ അടുത്തും ഇഷ്ടമുണ്ട്. നീ ലച്ചുവിനെ ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നതാ? എന്റെ അച്ഛ അതൊക്കെ എന്റർടൈൻമെന്റ് ആണ്. ഇപ്പൊ അച്ഛനും സുരേന്ദ്രൻ ചിറ്റപ്പനും വഴക്കിടും, എന്നിട്ട് അച്ഛന് ചിറ്റപ്പൻ്റെ അടുത്ത് സ്നേഹമില്ലാതെ അല്ലല്ലോ. ജീവിതം എന്ന് പറഞ്ഞത് വലിയൊരു സമസ്യയാണ് മക്കളെ. എന്തു വെച്ചാ? അല്ല, ഈ ജീവിതം എന്ന് പറയണത് വലിയൊരു കടങ്കഥയ്ക്ക് ഉത്തരം തേടലാണ്. ചോദ്യത്തിൽ കഴമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ കുസൃതി ചോദ്യമാണോ ചോദിച്ചാൽ ആണ്. ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം, അത് ചോദിക്കുന്ന ആള് കൽപ്പിക്കുന്ന ഉത്തരം പോലെ ആയിരിക്കണം ഉത്തരം നൽകേണ്ട ആള് നൽകേണ്ടത്, എന്നാലും ഉത്തരം പൂർണ്ണമാവും. അത് കറക്റ്റാട്ടോ അച്ഛാ. അങ്ങനെ ഒരു കടങ്കഥയില്ലേ, ഈ കാള കിടക്കും കയറോടുന്ന് പറഞ്ഞ്, അതിന്റെ ഉത്തരം മത്തങ്ങാണെങ്കിലും അതുപോലെ തന്നെ ഈ വെള്ളരിക്ക കിടക്കും, അതിന്റെ വള്ളി അങ്ങ് നീണ്ടു പോ. അച്ഛനും മോളുടെ ജീവിതത്തിന്റെ സമസ്യ തേടി ഇറങ്ങിയിരിക്കണം. പോയാ വെച്ചപ്പുറത്തേക്ക്. പക്ഷെ വെള്ളരിക്ക പോലെ അല്ല പടവലങ്ങ, അതിങ്ങനെ നീണ്ടിങ്ങനെ താഴോട്ട് ഇങ്ങനെ കിടക്കും. അത് കെട്ടി തൂക്കിയിട്ട് ജീവിതത്തിന്റെ പരിച്ഛേദമാണ്. ഓട് ഓട് ഓട്. വാ എനിക്ക് എവിടെ? അപ്പുറത്തേക്ക് വാ. നീ ഇവിടെ ഇരി. കളിക്കല്ലേ, വാ ബാലു. ഇരിയടി. നടക്കടാ. ഇരി. ഞാൻ പോണ, എനിക്ക് പണിയുണ്ട്, വാ. ഇരി. അയ്യോ. സ്റ്റെപ്പ് വാടാ. എന്ത് ഇവിടെ ഇരി. സ്റ്റെപ്പ് ഇട്ടുള്ള ഇവിടെ ഇവിടെ ഇരി, പറയട്ടെ. ഇവിടെ ഇരി. വാ. ഞാൻ അപ്പുറത്ത് പോവാ. ഞാൻ അപ്പുറത്ത് ഇല്ല, ഇവിടെ ഇരി, പറയട്ടെ. ഇവിടെ ഇരി. ഇരിയടേ. അങ്ങനെ ഇരി. അങ്ങനെ ഇരുന്നോ, അനങ്ങല്ല. എന്തെങ്കിലും പറ്റണമെങ്കില്ല അങ്ങനെ ഇരി. ഇപ്പൊ സീസണൊക്കെ ഡേയ്, ഇപ്പം പ്രോഗ്രാം സീസൺ ആയല്ല, അതിനൊക്കെ ഒന്നുമില്ലേ, പരിപാടിയൊന്നും ഇല്ലേ? അതിനടുത്ത മാസം 3 പ്രോഗ്രാം ഉണ്ടല്ലോ. എടാ, നീ വിചാരിച്ച സിനിമയെ കയറാൻ പറ്റൂലേ? ഈ കോറിയോഗ്രാഫി പറഞ്ഞു കൊടുക്കാനും ഡാൻസിനൊക്കെ സഹായിക്കാൻ വേണ്ടിട്ട് സിനിമയെ കയറാൻ പറ്റൂലേ? അച്ഛാ അതൊക്കെ നല്ല ഡാൻസറാണ്, കൊറിയോഗ്രാഫേഴ്സ് ചെയ്തോളൂ. ഞാൻ പറയട്ടെ. ഡേയ്, ഈ ഇതിന്റെ ഈ ഡാൻസ് കൊണ്ട് നിന്റെ ജീവിതം മുന്നോട്ട് നന്നായിട്ട് പോകും നിനക്ക് വല്ല വിശ്വാസം വല്ല ഉണ്ടോ? ഉറപ്പുണ്ടോ? നിനക്ക് ഉറപ്പുണ്ടോ? എനിക്ക് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ ഇതിനകത്ത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കണത്. ഓ മക്കളെ, എന്തെങ്കിലും നീ ഇത് തന്നെ പിടിച്ച് നിന്നോ, പക്ഷെ എന്തെങ്കിലും അപകടം വരണമെങ്കിൽ മാറ്റി ചവിട്ടണം. പ്രൊഫഷൻ വേറെ പോണം, നോക്കി പോണം കേട്ടാ. എന്തോന്ന് വെച്ചാ പറയണത്? താത്താണ് എന്നെ പിടിച്ചിട്ട്. എടാ, വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ? പിന്നെ ഡേ, ഞാൻ 26ാമത്തെ വയസ്സേ പെണ്ണ് കെട്ടി. നിനക്ക് വയസ്സെത്രയായി? 21. 2-3 വർഷം കഴിച്ചാൽ പെണ്ണ് കെട്ടേണ്ടവരാണ്.
ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ടപ്പോൾ നടക്കണം. അല്ല ചുമ്മാ കൈയും കാലും ഇട്ട് അടിച്ചിട്ട് പിന്നെ ഓടിച്ചൊന്നും കാര്യമൊന്നുമില്ല. അതെ, ജീവിതത്തിൽ കല്യാണം ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യമല്ലല്ലോ, നിർബന്ധമൊന്നുമില്ലല്ലോ കല്യാണം കഴിച്ചടങ്ങുമെന്ന്. അല്ല അഭിപ്രായം ഇപ്പം പറയും, കുറച്ച് കഴിയുമ്പോൾ മാറും. അപ്പം പിന്നെ നെഞ്ച് വിടിച്ചിട്ട് അയ്യോ പൊത്തോ എൻ്റെ കൂടെ ഉള്ളമാരൊക്കെ പെണ്ണ് കിട്ടിയത് നമ്മൾ വളർന്നിട്ട് കാര്യമൊന്നുമില്ല. അച്ഛൻ പറഞ്ഞ കറക്റ്റ് അച്ഛാ. എനിക്കുണ്ടല്ലോ കഴിവ് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനൊക്കെ. പക്ഷെ ഞാനത് വല്ലതും ഇപ്പൊ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഞാൻ എൻ്റെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. എനിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ഔട്ട്ലുക്ക് ഉണ്ട് എൻ്റെ ലൈഫിനെ പറ്റിയിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഉള്ളിലുള്ള കലാകാരിയെ പുറത്തു കൊണ്ടുവരും. എന്നിട്ട് എന്താ പ്രോത്സാഹിപ്പിച്ച് അടിപൊളിയാക്കും നോക്കും. ചിലപ്പോ അതായിരിക്കും ഭാവിയിൽ നാട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി ഏറ്റവും നല്ല ശിക്ഷ. ഒരു പോയാത്ത് ഒന്നിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കരുത്. അങ്ങനെ എല്ലാവരും രക്ഷപ്പെടണമെന്നില്ല. എൻ്റെ അനുഭവം കണ്ടല്ലേ, ഇതുവരെ ഒന്നും ആയില്ല. നമ്മൾ ആഗ്രഹിച്ച കാര്യം നടന്നില്ലെങ്കിൽ ഞാൻ അപ്പുറത്തുണ്ടാവും, പ്രാക്ടീസ് ഉണ്ടാവും. നടന്ന കാര്യം ആഗ്രഹിച്ച് നടന്നോണ്ട് വന്നായി. ശരി. ചുമ്മാ ചേട്ടനെ ഡിസ്കറേജ് ചെയ്യല്ലേ. അത് നിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ വലിയൊരു സംസാരിക്കുന്നിടയിൽ നീ എന്തിനാണ് കയറി പറഞ്ഞത്? കയറി വരും, പൊട്ടാസ് 2 പൊട്ടാസൊക്കെ പൊട്ടിക്കും, ഇറങ്ങി അങ്ങ് പോകും. തിരെ പതാക്കി വെച്ചേക്കണത് പാടും. നോക്കച്ചാ. നീ എന്ത് എഴുത്തിന്റെ കാര്യം പറഞ്ഞ? അല്ല, ഞാൻ പാട്ടും അമ്മ നീ അതിന്റെ കാര്യമാണ് പറഞ്ഞ. ഇത് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും. ബാലു ബാലുവേ, നീ ഇവിടെ ഇരുന്ന് ഉറങ്ങണേ. അയ്യോ, ഈ മാവിന്റെ മൂട്ടിരിക്കാൻ നല്ല രസം, നല്ല കാറ്റ്, ഇരുന്നാ ഉറങ്ങിപ്പോ. ഇതുപോലെ നമ്മളെ വീടിന്റെ വടക്കേപ്പുറത്തൊരു മാവുണ്ട്, ചെന്നിരുന്നാ മതി, നല്ല കാറ്റാണ്, അപ്പം ഉറങ്ങും. ഇപ്പൊ എവിടെ കിടന്നാ എന്ത് ഉറക്കവും പോയി, എല്ലാം പോയി. ഉറക്കമില്ലെങ്കിൽ എന്ത് നല്ല കൂർക്കമ്പലി ഉണ്ട്, കൂർക്കമ്പലിക്ക് ഒരു കുറവുമില്ല. അത് അസുഖമാണടി, അത് ആക്ഷേപിക്കാതെ. പിന്നെ അസുഖം മകളെ, നമ്മൾ വന്നതിന് ശേഷം 3ാമത്തെ സീസണിലെ മാങ്ങയാണ്. 3 സീസണിലെ മാങ്ങ നമ്മൾ കഴിച്ചു. അതെ, ഇവിടെ വന്നിട്ട് 3 വർഷമായി. ഒരു മാറ്റവും ഇല്ല, സാമ്പത്തികമായിട്ടും ഇല്ല, തൊഴിൽപരമായിട്ടും ഇല്ല, സ്വഭാവവും മാറിയിട്ടില്ല. ഓ, അത് കൊറേ കാലം കൊണ്ടേ ഇല്ലല്ലോ മാറ്റം. നമുക്കേ ഈ ലച്ചുവിനെയും മുടിയനെയും ദൂരെ എവിടെയെങ്കിലും പഠിക്കാൻ അയച്ചിട്ട് 2 പിള്ളേരെ കൊണ്ട് നേരത്തെ പോയി താമസിച്ചാന്ത്. എന്നിട്ട് വേണം പിള്ളേരെ കാണണമെന്ന് പറഞ്ഞ അവരെ പോയി വിളിച്ചോണ്ട് വരെ. ലച്ചുവിന് കല്യാണപ്രായമെങ്കിൽ ആയെങ്കിൽ കല്യാണപ്രായം ആയെന്നെങ്കിലും പറയായിരുന്നു. ഓ ശരി. നിനക്ക് എന്തിന്റെ കേടാ? വല്ലതും സംഭവിച്ചാ? ഒരു മാറ്റം ആവശ്യമാണ്. നമുക്ക് വീടങ്ങ് മാറിയല്ല. വീട് മാറാനോ? വീട് മാറിയിട്ട് വേറെ എവിടെയും പോയി താമസിക്കാം. നിങ്ങക്ക് എന്താ മാലു? എന്തെങ്കിലും മാറ്റം ഉണ്ടാകണ്ടേ ജീവിതത്തില്? എന്നാ കൂടെ മാറിയിരിക്കും, മാറ്റം ഉണ്ടാവുമല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു വണ്ടി പിടിച്ച് ഗുരുവായൂര്, പളനി, രാമേശ്വരം ഇവിടെയൊക്കെ കറങ്ങിയാന്ത്. മാലുവിന്റെ പൈസ ഉണ്ടാ? അപ്പൊ അത് നടക്കൂലല്ലേ. ചുരുക്കി പറഞ്ഞാൽ ഒരു മാറ്റം നടക്കൂല, ഇവിടെ കിടക്കേണ്ട. ഒന്നും നടക്കാൻ പോണില്ല. വാ ഇങ്ങോട്ട് എഴുന്നേറ്റ്. ഒരു മാറ്റം ഉണ്ടാവും, ഇവിടെ കിടക്കേണ്ടി വരും. ഒരു 10-30 സീസൺ മാങ്ങ തിന്നേണ്ടി വരും. ഇവിടെ നിന്ന് രക്ഷപ്പെടൂല. വേണം അങ്ങോട്ടും ഇങ്ങോട്ടും കാരം കൊണ്ട്. Still cannot elect the leaders. They cannot take big decisions about their personal future life on it. കുത്തിരുന്ന് പഠിച്ച ഫുൾ മാർക്ക് മണിക്കുള്ള പരിപാടിയാണല്ലേ. എന്തേ പിടിക്കണ്ടേ? പഠിച്ചു Jain freedom from colonial rules in 1948. നിങ്ങൾ പഠിക്കണ? Oh, cha. പഠി. And become a democracy. But the democratic law. ഇതൊക്കെ പഠിച്ച ഒരു നിലയിലെത്താൻ ഇനി എത്ര നാൾ എടുക്കുവോ, എത്തോ ആവോ, ഒന്നും പിടിക്കില്ല. അച്ഛാ, ചുമ്മാ വന്നിരുന്ന് മനസ്സ് മടുപ്പിക്കാതെ എന്നിട്ട് പോവാ ചെല്ല്. അമ്മ അതെങ്ങനെ ശരിയാവാനാ? അവന് ചെന്നൈയിൽ ഫ്ലാറ്റ് ഉണ്ട്, വീടുണ്ട്. വീട് പണിക്കാൻ അച്ഛനാണ് ക്യാഷ് കൊടുത്തത്. എല്ലാം കൊടുക്കാനുള്ള മൊത്തവും കൊടുത്തു കഴിഞ്ഞ്. ഏത് ചാനലിൽ അറിയാലോ 80 സെന്റോ? അതൊന്നും കൊടുക്കാൻ പറ്റിയൊന്നുമില്ല, ശരിയാവില്ല. ഞാനെന്താ പറഞ്ഞ, എനിക്കെന്താ പറഞ്ഞാ പറയാൻ പറ്റില്ലേ? എന്തെങ്കിലുമൊക്കെ ശരിക്കൊന്നും അറിയില്ല. ശരിയെന്നാ. അമ്മ അല്ല, ആരെ പറ്റി പറഞ്ഞ? ശ്രീരാഗിന് അവനെന്തോ അവിടെ എന്തോ പ്രോബ്ലം ഒന്ന് ചെന്നൈയില് സാമ്പത്തികമായിട്ട്. അപ്പൊ അതിന്റെ കടം വീട്ടാൻ വേണ്ടി നമ്മള് ചാനലിൽ 80 സെന്റ് ഇല്ലേ, അതിന്റെ ആധാരം അവന് പണയം വെക്കാൻ കൊടുക്കാൻ. അവനെ ചാനൽ ചവിട്ടി തട്ടി ഞാൻ. അവൻ കിട്ടാനുള്ള മാറ്റോണ്ട് അവന് ഭാര്യയായിട്ട് ഇപ്പം മദ്രാസിൽ സൂചിച്ച് താമസിക്കാണ്. എന്നിട്ട് അവർക്ക് പുട്ടടിക്കാൻ വേണ്ടി ഇനിയിപ്പോ 80 സെന്റ് കൂടെ കൊടുക്കാടി. അത് ഞാൻ കാര്യം ചോദിക്കാം, നീ എന്തോ ചെയ്തെന്ന് പറഞ്ഞു. എടി പിള്ളേർക്കുള്ള എന്റെ പിള്ളേർക്ക് അനുഭവിക്കേണ്ടല്ലേ നീ ഇതെല്ലാം കുരുട്ട് തള്ളേരെ പരിപാടിയാണ്. അങ്ങനെ വിട്ടാൽ ശരിയാവില്ല.
ഞാൻ പോണ്. നീലു അച്ഛ ഈ വേഷത്തിൽ പോണോ? അല്ല, ഞാൻ പുതിയ ഉടുപ്പും മുണ്ടൊക്കെ തേച്ചിട്ടുള്ള കല്യാണത്തിന് കുട്ടമ്പളരം കല്യാണത്തിന് പോയാലേ. പക്ഷെ ഞാനും വരട്ടെ. സത്യം ഉണ്ടാ പറ. നീലു ഇതൊരു കലക്കാൻ പറ്റൂ. നീ വാ. ഞാനങ്ങ് വരണില്ല. ഇറങ്ങി. ഞാൻ വരണില്ല. അവന് വേറെ ഒന്നും വേണ്ട. ചാലുകരയിൽ 80 സെന്റ് സ്ഥലം തന്നെ വേണത്. തെണ്ടി എടുത്ത് പറഞ്ഞോട്ട് പാടി. ബാല എവിടേക്ക് പോവാ? അമ്മ ചതിക്കൊന്നുമില്ല. എനിക്ക് തരാന്ന് പറഞ്ഞത് എനിക്ക് തന്നെ തരുള്ളൂ. ഇല്ല, എനിക്ക് നല്ല ഉറപ്പാണ്. ആ കളവി എന്നെ ചതിക്കും. എന്റെ അച്ഛൻ എന്തിനാണ് 80 സെന്റും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണേ? അതങ്ങ് പോട്ടെന്ന് വിചാരിക്കുക. അച്ഛന്റെ ജീവിതത്തിന് വേണ്ട ഒരു മാറ്റം.